NSDL ജിഫി മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് NSDL പേയ്മെൻറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഫുൾ KYC ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ ഫുൾ KYC അപ്ഗ്രേഡ് ചെയ്യാം എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അതിനു മുൻപ് നമ്മുടെ ഓൾ ഫോർ ഗുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല കൂടുതൽ ബാങ്കിങ് അറിവുകൾക്കും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ അംഗമാവുക. നമുക്ക് എങ്ങനെ ഫുൾ KYC കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഫോണിലുള്ള NSDL ജിഫി മൊബൈൽ ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കറിയാം MPIN ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബയോമെട്രിക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചോ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇടത് സൈഡ് 3 ലൈൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് തന്നെ അപ്ഗ്രേഡ് ടു ഫുൾ KYC എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മറ്റൊരു ഇൻ്റർഫേസിലായിരിക്കും എത്തുന്നത്. ഇവിടെ കാണാം അപ്ഗ്രേഡ് ടു ഫുൾ KYC എന്നിട്ട് അതിന് താഴെയായിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം ഒരു ബട്ടൺ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡിക്ലറേഷൻ വരും. അതായത് നമുക്ക് XML ഫയലായിട്ട് നമ്മുടെ ആധാർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താണ് KYC ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് KYC ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ പ്രശ്നങ്ങൾ, എങ്ങനെയാണ് KYC ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദമായി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അല്ല എങ്കിൽ നമുക്ക് അതിൻ്റെ താഴെ ഒരു ചെറിയ ബോക്സ് കാണാം. ഐ അക്സെപ്റ്റഡ് ദ ടേംസ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞ് ആ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം അതിന് താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വരും. അതായത് നമുക്ക് ഡൗൺലോഡ് XML ഫയൽ, അതായത് നമ്മുടെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ നിന്നും XML ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യണം. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഡൗൺലോഡ് XML എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ ഗൂഗിൾ ക്രോം, അതായത് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും വെബ് ബ്രൗസറിൽ സൈറ്റ് ഓപ്പൺ ആവും ആധാറിൻ്റെ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ നമ്പറിൻ്റെ ആധാർ കാർഡിലെ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാറിലെ 12 അക്ക നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിന് താഴെയായിട്ട് ഒരു ക്യാപ്ച കോഡ് കാണും. അതായത് XS എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കാണാം. അത് നമ്മളത് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്ലീസ് വാലിഡ് ക്യാപ്ച, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാപ്ച തെറ്റിപ്പോയി എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഈ ക്യാപ്ച നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്യുക. അതിൽ ചെറിയ X കൊടുത്തിരിക്കുന്നത് ചെറുതായിരിക്കും. അത് ഓരോ പ്രാവശ്യവും മാറി വരും. നമുക്കത് വളരെ കൃത്യതയോടെ ശ്രദ്ധിച്ച് ചെയ്യുക. അതിനുശേഷം സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരു OTP നമുക്ക് നമ്മുടെ മെസ്സേജിൽ വന്നിട്ടുണ്ട്. അതായത് ആധാർ കാർഡിൽ നിന്നുള്ള ഒരു OTP ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആധാർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ ഒരു 4 അക്ക പിൻ നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇത് ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഈ പിൻ നമ്പർ നമ്മളവിടെ ഏതെങ്കിലും ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ ഈ വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെസ്സേജ് ഓപ്ഷനിൽ നോക്കിയിട്ട് മെസ്സേജിൽ നിന്നും നമ്മൾ ആ വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് മെസ്സേജായിട്ട് വന്ന OTP രണ്ടാമതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് നമ്മളൊരു പിൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ആധാർ എന്ന് പറയുന്ന XML ആധാർ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിൻ നമ്പറാണ്. വളരെയധികം ശ്രദ്ധിക്കുക. ആദ്യം പിൻ നമ്പർ എൻ്റർ ചെയ്യുക, ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക. രണ്ടാമത് വന്ന മെസ്സേജിലുള്ള OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഈ XML ഫയൽ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. നമുക്കിത് കാണണമെങ്കിൽ നമ്മുടെ ഏറ്റവും മുകളിലായിട്ട് വലത് സൈഡ് 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന വിൻഡോയിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം.
അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടോ എന്ന് കാണാം. ഇവിടെ കാണാം ഓഫ്ലൈൻ ആധാർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ബാക്ക് ബട്ടൺ പോയിട്ട് നമ്മുടെ ഫോണിലെ മെയിൻ ഇൻ്റർഫേസിലേക്ക് വരിക. അതിനുശേഷം നമ്മൾ ആദ്യം NSDL ജിഫി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതുപോലെ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എംപിനോ ആധാർ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ തുറക്കുക. അത് കഴിഞ്ഞ് വരുന്ന മെയിൻ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിൽ ഇടത് സൈഡ് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഗ്രേഡ് ഫുൾ KYC എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും നേരത്തെ പോലെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ചെയ്തു അതേപോലെ തന്നെയാണ് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ അപ്ലോഡ് XML, നമ്മൾ ആദ്യത്തെ ചെയ്തു ഡൗൺലോഡ് ചെയ്തു ആധാർ. അതിനുശേഷം അപ്ലോഡ് XML എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിലെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകും, അതായത് നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിലേക്ക് പോകും. നമുക്കിവിടെ ഇങ്ങനെ ആയിരിക്കും വരുന്നതെങ്കിൽ ഏറ്റവും മുകളിൽ ഇടത് സൈഡ് 3 വര കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റീസെൻ്റ് എന്ന് പറഞ്ഞ് വരും. അതിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കാണാം ഓഫ്ലൈൻ ആധാർ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 4 അക്ക പിൻ നമ്പർ ചോദിക്കും. ഈ 4 അക്ക പിൻ നമ്പർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം ഒരു 4 അക്ക പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യണമെന്ന്. ആ പിൻ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും, പ്ലീസ് വെയിറ്റ്. അത് കഴിയുമ്പോൾ നമ്മുടെ ആധാറിലെ എല്ലാ വിവരങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആധാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ വരും, പേഴ്സണൽ ഡീറ്റെയിൽസ്. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെ പ്രൊസീഡ് ടു സൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ മാത്രമേ ക്ലിക്ക് ചെയ്യാവൂ, ബ്ലാക്ക് കളറുള്ള. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിക്ലറേഷൻ വരും. അവിടെ ഒരു ബോക്സ് കാണും, അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കിവിടെ കാണാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് വരും. അവിടെ ഏറ്റവും താഴെ ഓക്കെ എന്ന് പറഞ്ഞൊരു കാണാം. ആ ഓക്കെയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ കാണാം, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എൻ്റർ ആധാർ എന്ന് പറഞ്ഞ് ഇവിടെ ആ ബോക്സിൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള ആ ബോക്സിൽ ചെറിയൊരു ബോക്സിൽ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് OTP എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഫോണിലേക്ക്, അതായത് ആധാർ ലിങ്ക് ചെയ്ത ഫോണിലേക്ക് ഒരു OTP വരും. ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ എത്രയും പെട്ടെന്ന്, അതായത് 25 സെക്കൻഡിനുള്ളിൽ തന്നെ എൻ്റർ OTP എന്ന് പറയുന്ന ആ ബോക്സിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി 14 സെക്കൻഡ് അങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടെ കറക്റ്റ് ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സൈൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കും. അത് കഴിഞ്ഞ് നമുക്ക് കാണാം ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രൊസീഡ് ടു എന്ന് പറഞ്ഞ് കൊടുക്കുക. വീണ്ടും താഴെയുള്ള പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് വരും. അതായത് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അവിടെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് ഉള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ കാണാം കൺഗ്രാജുലേഷൻസ്, യു ഹാവ് എ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് യുവർ ഫുൾ KYC. അടുത്ത് ഓക്കെ അടിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫുൾ KYC വെരിഫൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. NSDL ജിഫി ആപ്ലിക്കേഷൻ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.